ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടേ. ഞാൻ ഇന്നലെ തന്നെ ആ ഒരു രേണു സുധിയും അക്ബർ ഖാനും സെപ്റ്റി ടാങ്കെന്ന് രേണു സുധി അക്ബർ ഖാൻ വിളിച്ച ആ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും അതിനെപ്പറ്റി കണ്ടും കാണും. ഒരു ഓമനപ്പേര് എന്ന് പറയുന്ന ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അക്ബർ ഖാൻ രേണു സുധിക്ക് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു പേരിട്ട് കൊടുത്തതും അതിനവിടെ കുറെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അക്ബർ ഖാൻ ഈ ഒരു പേര് പറഞ്ഞ സമയത്ത് തന്നെ അവിടെയുള്ള എല്ലാവർക്കും ഒരു ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട അക്ബർ ഖാൻ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് രേണു സുധിയോട് മാപ്പ് പറയാനായിട്ട് ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ അവിടെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം സെപ്റ്റി ടാങ്ക് എന്നൊരു പേര് ഒരിക്കലും രേണു സുധി എന്നല്ല ആരെയും വിളിക്കാനായിട്ട് പാടില്ല. കാരണം ഓമനപ്പേര് എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിക്കുന്നത് വളരെ മോശമായിട്ടൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ രേണു സുധി അക്ബർ ഖാനെ ഈ പറയുന്ന വേട്ടപ്പട്ടി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ഓമനപ്പേരല്ല. അതും നമ്മൾ ആ ഒരു കാര്യം എടുത്തു പറയണം. എന്തൊക്കെയാണെങ്കിലും ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് കേസ് എപ്പോഴെങ്കിലും കുത്തിപ്പൊങ്ങി ഒരു വലിയൊരു കാര്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഒരു പൊട്ടൽ പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഷാനവാസിനോടും അക്ബർ ഖാനോടും അഭിലാഷിനോടും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ സൗണ്ട് എടുത്ത് രേണു സുധി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ രേണു സുധി കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു. ഇപ്പൊ തന്നെ പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകളെ പറ്റി മോശം വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്ത്രീകൾ ഇടുന്ന വേഷത്തെ അപമാനിച്ചു കഴിഞ്ഞാലോ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്, കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളെയും അപമാനിച്ചതാണെന്നുള്ള രീതിയിൽ അതൊരു ആർഗ്യുമെന്റ് ആയിട്ട് അവിടെ വരും. അത് പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് രേണു സുധി എടുത്തു പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അഭിലാഷിനും അതുപോലെ തന്നെ അക്ബർ ഖാനും ഭയങ്കര പേടിയോടുള്ള ദേഷ്യം ഉണ്ടല്ലോ, നമുക്ക് പേടി വരും, ഒരു ചൂടായി നമ്മൾ വരുമല്ലോ, അതുപോലുള്ളൊരു പേടിയായിരുന്നു അക്ബർ ഖാൻ ആ ഒരു സമയത്ത് വന്നത്. കാരണം ഇതിന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു പ്രശ്നമാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള സകലമാന സ്ത്രീകളുടെയും കാര്യം രേണു സുധി അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ഖാൻ അവിടെ പല കാര്യങ്ങളും നിന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഭിലാഷും ഭയങ്കരമായിട്ട് ഒന്ന് ചൂടാവുന്നുണ്ട്. പല സ്ത്രീകളും അവിടെയുള്ള അനുമോളും RJ ബിൻസി അടക്കമുള്ള പല സ്ത്രീകളും അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ചേച്ചി എല്ലാ സ്ത്രീകളുടെയും കാര്യം വെച്ച് പറയണ്ട, ഇതിങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാണെന്നുള്ള രീതിയിൽ അവരും പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും അക്ബർ ഖാൻ വിളിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഈ പറഞ്ഞ രേണു സുധിയെ എതിർത്ത് സംസാരിച്ച പല വ്യക്തികളും ഇന്നലത്തെ ഈ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് രേണു സുധിക്ക് അനുകൂലമായിട്ട് അക്ബർ ഖാൻ അത്തരത്തിൽ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിൽ വിളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പലരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്റെയും ഒപ്പീനിയൻ അത് തന്നെയാണ്. ഒരിക്കലും ഒരു വ്യക്തിയെ സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. അതൊരു ഓമനപ്പേരുമല്ല. അതിപ്പോ അക്ബർ ഖാൻ എത്ര ക്യാമറകളുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞാലും മാപ്പ് പറയാന്ന് പറഞ്ഞത് ഓക്കെ, അത് നമ്മൾ അവിടെ അംഗീകരിക്കുന്നു. പക്ഷെ എത്ര ക്യാമറകൾക്ക് മുന്നിൽ വന്നതെന്ന് അതിന് ശരിയാക്കി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതൊരിക്കലും ശരിയാവില്ല. അക്ബർ ഖാനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചതും അത്ര ശരിയായിട്ടൊരു ഓമന പേരൊന്നും അല്ലത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വരുന്നുണ്ട്. ലാലേട്ടൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നതായിരിക്കും. 7ന്റെ പണിയുള്ള സീസൺ ആയതുകൊണ്ട് ഒരു പണി കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ വന്നിരിക്കുന്ന പ്രൊമോയിൽ നല്ല രീതിയിൽ തന്നെ രേണു സുധി ചൂടാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവരോടും എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രേണു സുധി ചൂടാവുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്